السلام عليكم ورحمة الله. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ولا عدوان إلا على الظالمين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإنه لكتاب عزيز لا يأتيه الباطل من بين يديه ولا من خلفه تنزيل من حكيم حميد. സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടെ സ്വർഗ പൂന്തോപ്പുകളിൽ ഒരു പൂന്തോപ്പായ ഈ ജ്ഞാനത്തിൻ്റെ സദസ്സിൽ അനുഗ്രഹീതമായി നമുക്കിവിടെ ഒരുമിച്ച് കൂടുവാൻ അനുഗ്രഹീതനാഥൻ നമ്മൾക്ക് അനുഗ്രഹം പ്രദാനം ചെയ്തിരിക്കുകയാണ്. ഇതിന് സർവശക്തനായ തമ്പുരാനോട് നാം നന്ദിയുള്ളവരായിരിക്കണം, കൃതജ്ഞത ഉള്ള ആളുകളായിത്തീരണം. അതിനോടൊപ്പം തന്നെ ഈ ദോഹയിൽ ഇത്തര സൗകര്യത്തോടു കൂടി ക്ലാസ് എടുക്കുവാനും ദീന് പഠിപ്പിക്കുവാനുമുള്ള സൗകര്യം മതകാര്യ വകുപ്പ് നമ്മൾക്ക് ചെയ്തു തന്നതിന് അവരോടും നാം നന്ദി രേഖപ്പെടുത്തുന്നു. എനിക്ക് നിങ്ങളോട് ഇന്ന് സംസാരിക്കേണ്ട വിഷയം പരിശുദ്ധ ഖുർആൻ ഒരു അത്ഭുത ഗ്രന്ഥം എന്നതാണ്. ഖുർആൻ എന്ന പദം ഇറാഖിൽ വളർന്നു വന്ന അറാമിക് എന്ന് പറഞ്ഞ ഭാഷയിലാണ് ആദ്യമായിട്ട് ഈ പദം പ്രയോഗത്തിൽ വരുന്നത്, ഖുർആൻ എന്ന പദം. പിന്നീട് ഖുർആൻ എന്ന പദം ജാഹിലിയ കവികളുടെ കൂട്ടത്തിൽ അംർ ബിൻ കുൽസൂം എന്ന് പേരുള്ള കവിയാണ് രണ്ടാമതായി പദം പ്രയോഗിച്ചിട്ടുള്ളത്. മൂന്നാമതായി ഈ ഖുർആൻ എന്നുള്ള പദം പരിശുദ്ധ ഖുർആൻ്റെ നാമമായി പരിശുദ്ധ ഖുർആനാണ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ആകാശത്തിൻ്റെ ചുവട്ടിൽ ഇറങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തമായ ഗ്രന്ഥം പരിശുദ്ധ ഖുർആനാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ പ്രത്യേകത മറ്റുള്ള ഗ്രന്ഥങ്ങൾക്കൊന്നുമില്ലാത്തത്, മറ്റുള്ള ഗ്രന്ഥങ്ങൾ മൂസാ നബി അലൈഹിസ്സലാമിന് ഇറങ്ങിയ തൗറാത്തും ഈസാ നബി അലൈഹിസ്സലാമിന് ഇറങ്ങിയ ഇഞ്ചീലും ദാവൂദ് നബി അലൈഹിസ്സലാമിന് ഇറങ്ങിയിട്ടുള്ള സബൂറെല്ലാം ഓരോ കാലഘട്ടത്തിലും ഓരോ പ്രത്യേകമായ സന്ദർഭങ്ങളിലുമായി ഒതുങ്ങുകയും അവസാനിക്കുകയും ചെയ്തതാണ്. എന്നാൽ ഈസാ നബി അലൈഹിസ്സലാമിന് ശേഷം 6 നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണ് പരിശുദ്ധ ഖുർആൻ മക്കയിൽ ജബലുന്നൂറിലെ ഹിറയിൽ വെച്ച് ആദ്യമായി അവതരിപ്പിക്കുന്നത്. ഈ പരിശുദ്ധ ഖുർആൻ ആദ്യമായി ജിബ്രീൽ അലൈഹിസ്സലാമിന് ലഭിക്കുന്നത് ലൗഹുൽ മഹ്ഫൂദിൽ വെച്ചാണ്. ലൗഹുൽ മഹ്ഫൂദ് എന്ന് പറഞ്ഞാൽ അതൊരു വിജ്ഞാനത്തിൻ്റെ ഫലകം എന്നാണ് അതിന് മലയാളത്തിൽ അർത്ഥം പറയാൻ പറ്റുകയുള്ളൂ. അതിൽ അള്ളാഹുവിൻ്റെ പേന ചലിക്കുകയും അവിടെ വെച്ചുകൊണ്ട് ആ ആയത്തുകളെ ജിബ്രീൽ മനസ്സിലാക്കുകയും ചെയ്യും. അതിൽ ലൗഹുൽ മഹ്ഫൂദിൽ ഖുർആനിൻ്റെ ആയത്തുകളുടെ ചലനങ്ങൾ വരുമ്പോൾ വലിയ ഒരു ഘോരമായ ശബ്ദത്തോടു കൂടി മലക്കുകൾക്ക് അനുഭവപ്പെടുകയും
അങ്ങനെ അവരെല്ലാം ബോധരഹിതരാവുകയും ആ കൂട്ടത്തിൽ ആദ്യമായി ജിബ്രീൽ അലൈഹിസ്സലാം ആ ബോധത്തിൽ നിന്ന് ഉണരുകയും ഈ വഹയിൻ്റെ രൂപങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യും എന്ന് ഇമാം തൊബറാനി രേഖപ്പെടുത്തിയ സഹീയായ റിവായത്തിൽ കാണാൻ സാധിക്കും. ഈ ഖുർആൻ ജിബ്രീലിന് സമീപാകാശത്തുള്ള ബൈത്തുൽ ഇസ്സിലേക്ക് പൂർണ്ണമായി കൊണ്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാമിന് കൂടി ഖുർആനും കൂടി ഇറങ്ങുന്നത്. ആ ഇറങ്ങിയ ഗ്രന്ഥം മുനജ്ജിം എന്ന അറബിയിൽ പറഞ്ഞാൽ ഘട്ടം ഘട്ടമായി കൊണ്ടാണ് പിന്നീട് മക്കയിലും മദീനയിലും വെച്ചുകൊണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 കൊല്ലക്കാലത്തിന് ഇടക്ക് നബിക്ക് കിട്ടിയതാണ് ഈ പരിശുദ്ധ ഖുർആൻ സമ്പൂർണ്ണമായി. ഈ പരിശുദ്ധ ഖുർആൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കയിലേക്ക് അവതീർണമാകുമ്പോൾ എന്തുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ഇറങ്ങാനുണ്ടായ കാരണം? അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ്. പരിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ഇറങ്ങാനുണ്ടായ കാരണം അന്ന് ലോകത്ത് സമ്പൂർണമായ ഒരു ഭാഷ അറബിയായിരുന്നു നിലനിന്നിരുന്നത് എന്നതാണ്. രണ്ടാമത്തെ കാരണം, പരിശുദ്ധ ഖുർആൻ ഇറങ്ങുന്ന ഭാഷയിൽ അവിടെയുണ്ടായിരുന്ന ആണും പെണ്ണും കവികളും കവയിത്രികളുമായി നിരവധി പേരുണ്ടായിരുന്നു എന്നതാണ് അതിലേറ്റവും പ്രധാനമായ സംഗതി. മൂന്നാമത്തത്, പരിശുദ്ധ ഖുർആൻ അവതീർണമാക്കുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിക്കുന്ന ഭാഷ അതും അറബിയായിരുന്നു. മക്കയിൽ അറബി ഭാഷയുടെ ഉത്ഭവം ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ സന്താനങ്ങളും ഇസ്മായിൽ നബിയുടെയും കാലഘട്ടം മുതൽ തന്നെ മക്കയിൽ സംസാരിക്കുന്നത് സെമിറ്റിക് ഭാഷയിലെ, സാമി ഭാഷയിലെ ഏറ്റവും ഉത്തുംഗതയിൽ നിൽക്കുന്ന അറബിയായിരുന്നു സംസാരിച്ചിരുന്നത്. മുഫസ്സിറുകൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് സംസാരിക്കുന്നിടത്ത് പറയുന്നുണ്ട്, കൻആനി എന്ന ഭാഷയും ഹിബ്രു എന്ന ഭാഷയുമായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അറിഞ്ഞിരുന്നുള്ളൂ. പിന്നീട് അള്ളാഹു വഹയിലൂടെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അറബി ഭാഷയും മനസ്സിലാക്കി കൊടുത്തത്. കാരണം മക്കയിൽ ഇസ്മായിലിനെ കൊണ്ടുപോയി ആക്കി ഇബ്രാഹിം നബി തിരിച്ചു പോവുകയാണ്. അങ്ങനെ പിന്നീട് ഹൻഫ ബിൻത് ജുർഹും ഗോത്രക്കാരിയായ ഹൻഫ എന്ന് പറഞ്ഞ സ്ത്രീയെ ഇസ്മായിൽ നബി അലൈഹി സ്വലാം കല്യാണം കഴിക്കുകയും അതിലുണ്ടായ സന്താന പരമ്പരകളാണ് ഖുറൈശികളായി തിരിയുകയും ആ ഖുറൈശികളും അവരുടെ ഉപഗോത്രങ്ങളുമായ ആളുകളാണ് ഈ മക്കയും മക്കയുടെ പരിസരത്തും ഉണ്ടായിരുന്നത്. അവരുടെ സംസാര ഭാഷയായിരുന്നു അറബി. അതാണ് വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി. ഏതൊരു ജനതയിലേക്ക് ഒരു പ്രവാചകൻ വരുന്നുണ്ടോ ആ ജനതയുടെ ഭാഷയിലാണ് പരിശുദ്ധ ഖുർആൻ സംസാരിച്ചിരുന്നത്. പരിശുദ്ധ ഖുർആന്റെ സംസാരം അതുപോലെ തന്നെ വഹയിന്റെ സംസാരം തോറ ഇബ്രുവിൻ്റെ ഭാഷയായിരുന്നു. തൗറാത്തിൻ്റെ ഭാഷ ഇബ്രു ആണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇറാഖിൽ നിന്ന് യാത്ര ചെയ്ത് യൂപ്രട്ടീസ് നദീതീരം കടന്ന് ഷാമിലേക്കുള്ള ആ പ്രയാണത്തിൽ, ഫുറാത്തിൻ്റെ ആ പ്രയാണത്തിൽ ആ നദിക്കരയിൽ വളർന്നു വന്ന ആളുകൾ സംസാരിച്ചിരുന്ന ഭാഷയാണ് ഇബ്രു. ആ ഇബ്രുവിലെ അബ്രാനി എന്നാണ് ആ ഭാഷയ്ക്ക് പറയുന്ന പേര്. ആ ഭാഷയിലാണ് തോറ ഇറങ്ങുന്നത്. കൻആനി ഭാഷയിൽ നിന്ന് വളർന്നു വന്നതാണ് ഈസാ നബി അലൈഹി സ്വലാമിന് ഇറങ്ങിയ ഇഞ്ചീലിൻ്റെ ഭാഷ. പക്ഷേ യുഹർരിഫൂനൽ കലിമാൻ മവാലിഹി, പൂർവ്വ ഗ്രന്ഥങ്ങളൊക്കെ പാതിരിമാരും പുരോഹിതന്മാരുടെയും കൈകടത്തലുകൾ കൊണ്ട് ഭാഷ നശിക്കുകയും അതിലുള്ള ഹുക്കുമുകളും വിധികളൊക്കെ നശിക്കുകയും തൗറാത്തിൻ്റെ ഏടുകളിലുള്ള പല കാര്യങ്ങളും മനസ്സിലാകാതെ പോവുകയും ചെയ്ത ഒരവസ്ഥയാണ് പൂർവ്വ ഗ്രന്ഥങ്ങൾക്കൊക്കെ ഉള്ളത്. എന്നാൽ പരിശുദ്ധ ഖുർആനിൻ്റെ അവസ്ഥ എന്ത്? ഇതിനെക്കുറിച്ച് അല്ലാമ ഇബ്നു ഖയ്യിം പറയുന്ന ഒരു വാചകം